രാഹുൽ മാങ്കൂട്ടത്തിലിനെ വരാൻ അർഹതയില്ല എന്ന് LDF പറയുമ്പോൾ വരാനുള്ള അർഹത തീരുമാനിക്കുന്നത് മുകേഷും അതുപോലെയുള്ള ആളുകളാണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അർഹത തീരുമാനിക്കുന്നത്? ശ്രീ ജേക്സി തോമസ്, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലടച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കേണ്ടയാളാണ്. ഡിവൈഎഫിയുടെ പൊതുച്ചോറിന് എതിരെ പോലും സംസാരിച്ച ആളാണ്. പുറത്തിറങ്ങേണ്ടതിൽ, അങ്ങനെ പുറത്തിറങ്ങിയാൽ ഡിവൈഎഫ്ഐക്കാർ അവിടെ കാത്തിരിപ്പുണ്ട് തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടക്കം കേട്ടതാണ്. മുതലാളിനെ പിന്നെ തേക്കാൻ വേണ്ടി വന്നേക്കണം. അതുകൊണ്ട് മണ്ടത്തിലൊന്നും എഴുന്നള്ളിച്ചേക്കരുത്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന പല വൃത്തങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഭരണപക്ഷത്തിന്റെ മനസ്സിൽ, എന്താണ് ഇടതുപക്ഷത്തിന്റെ മനസ്സിൽ? അല്ല, ഇപ്പൊ പൊതുവിൽ നിയമസഭയെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പൊ ഞാൻ ആ കേസിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിനോടകം കേരളീയ പൊതുസമൂഹവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിനോടകം അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയോ CPIMന്റെയോ മാത്രം സംബന്ധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഈ കാര്യത്തെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മതപരമോ സാമുദായികമോ ഏതു മേഖലയും ആവട്ടെ, മനുഷ്യ സംബന്ധമായി ആളുകൾ ഒത്തുചേരുന്ന ഒരു കൂട്ടത്തെ നയിക്കുക, അവർക്കിടയിൽ പ്രവർത്തിക്കുക, അവർക്ക് നേതൃത്വം നൽകുക, ഇത്യാദി ആളുകളിൽ നിന്നും കേരളം പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ഇതൊക്കെ നീ എന്താണ് ഇവിടെ പറയുന്നേ? എനിക്ക് തലവേദന എടുക്കുന്നു. 957 മുതൽ ഇപ്പോഴത്തെ 2026 78 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്തിന്. ഇപ്പൊ കേരളത്തിന്റെ പൊതുചരിത്രം എടുത്താൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് വർഷങ്ങളുടെ വ്യത്യാസം. ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിനോട് സമീകരിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അമ്മയെ നാട്ടിച്ച്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണ്? എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാർ, ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മണ്ണിൽ പ്രവർത്തിച്ചുയർന്നുദിച്ച് വന്നിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? കേരള മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തെ എത്ര രാഷ്ട്രീയമായി എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ആളുകളും അദ്ദേഹത്തെ വിജയ എന്ന് വിളിച്ച അപൂർവങ്ങളിൽ അത്യപൂർവം വരുന്ന 1-2 പേരെയേ കണ്ടിട്ടുള്ളൂ. ആ സംസ്കാരത്തിന് തുടക്കമിട്ടയാൾ അങ്ങീ സൂചിപ്പിച്ച MLA അല്ലേ? ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. CPIMന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ആദരണീയരായ MV ഗോവിന്ദൻ മാഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി. പ്രായം കൊണ്ടും ഔന്നിത്യം കൊണ്ടും ഒക്കെ ഏവരാലും ബഹുമാനിപ്പിക്കപ്പെടുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഗോവിന്ദ എന്ന് വിളിക്കുന്ന സംസ്കാരം തുടങ്ങി വെച്ചതാരാണ്? ഈ സ്കൂളാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അങ്ങനെ ഒരാൾ നിയമസഭയ്ക്ക് അലങ്കാരമായി നിയമസഭയിൽ വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് ഇടതുപക്ഷത്തെ CPIMനെ അലോസരപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ മനുഷ്യരുടെ ആകെ പ്രശ്നമാണ്. അത് തങ്ങളുടെ ടിക്കറ്റിൽ MLA ആയി ജയിച്ചു വന്ന ഇത്തരമൊരു പ്രൊഡൈറ്റർ നിയമസഭയിൽ തങ്ങളുടെ ബ്ലോക്കിനോട് ചേർന്നിരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്ന് നിർബന്ധമായി ആങ്കർ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ടല്ലോ. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖപത്രം എന്റെ കേരളീയ മാധ്യമങ്ങളിൽ അതൊന്നും വലിയ വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയി. എനിക്കറിയില്ല. ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഏതെങ്കിലും തുക്കട മാധ്യമങ്ങളല്ല, കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഏതെങ്കിലും മറ്റു മാധ്യമങ്ങളല്ല. കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രത്തിലെ വാചകങ്ങൾ ഏതൊക്കെ നിലയിലാണ് വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആ മാധ്യമം ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? ഈ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലങ്ങളിലൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ള മഞ്ഞ പ്രസിദ്ധീകരണങ്ങളുടെ പേരുകളുണ്ട്. അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പോലും കേൾക്കാനോ വായിക്കാനോ കഴിഞ്ഞിട്ടില്ലാത്തത്ര മലീമസമായ അധമമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളിൽപ്പെട്ട ഒരാൾ, താൽക്കാലികമായി തങ്ങൾക്ക് മാറ്റി നിർത്തേണ്ട വന്ന ഒരാൾ, അയാൾ വെളിവാക്കപ്പെട്ടു, അയാളുടെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ഇതിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആകെ അപമാനിക്കുമല്ലേ? നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയാണ്, രാഷ്ട്രീയത്തെ അപജയകരമായി കൊണ്ടുപോകാൻ ശ്രമിച്ച, കേരളത്തിന്റെ പൊതുസമൂഹ മര്യാദകളെ ആകെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇത്തരം ആളുകൾ അനിവാര്യമായ ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം, ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യം മുതൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും അത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആളുകളല്ല. നിങ്ങൾക്കും അറിയാം,
ഞങ്ങൾ ഒരു മാധ്യമങ്ങളുടെയും ചർച്ചകൾക്ക് വരാതിരിക്കുകയോ മാറി നിൽക്കുകയോ ഒളിച്ചു നടക്കുകയോ ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം കൃത്യമായിട്ട് അക്കാര്യത്തിൽ പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതിനോട് പ്രസക്തിയില്ല. അപ്പോൾ തന്നെ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് ഈ നരാധമന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ പോലും കമാന്നൊരക്ഷരം മിണ്ടാനായിട്ട് ധൈര്യമില്ലാത്ത മുഖ്യമന്ത്രിയെയാണ് നിരന്തരം ഏത് വിഷയത്തെ കുറിച്ചിട്ടും മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ആരാ ഡിഫൻസിൽ പോകുന്നതെന്ന് നിയമസഭാ സമ്മേളനം നടക്കട്ടെ. ഇനി അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ വരാൻ അർഹതയില്ല എന്ന് LDF പറയുമ്പോൾ വരാനുള്ള അർഹത തീരുമാനിക്കുന്നത് മുകേഷും അതുപോലെയുള്ള ആളുകളാണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അർഹത തീരുമാനിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നീല ലോഹിതദാസൻ നായരുടെ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സമാധാനത്തോടെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. LDF-ലായിരുന്നു അദ്ദേഹം. LDF നീല ലോഹിതദാസൻ നായരുടെ MLA സ്ഥാനം രാജിവെപ്പിച്ചോ? ജോസ് തെറ്റയിലുമായി ബന്ധപ്പെട്ട വിഷയം വന്നു, രാജിവെപ്പിച്ചോ? മുകേഷിന്റെ ബലാത്സംഗ കേസടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, രാജിവെപ്പിച്ചോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതിന് ആ വിഷയങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്നാണെന്ന് ഇവരുടെ വാദമെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സരിതയുടെ വെളിപ്പെടുത്തലിന്റെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജാണ്. എന്താ ഉറക്കം വരുന്നു? അപ്പൊ മുൻപ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടും സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് 2 വട്ടം മത്സരിപ്പിച്ച് പിന്നീട് മറ്റൊരു ബലാത്സംഗ കേസ് പോലും വന്നിട്ട് സംരക്ഷിച്ച് നിർത്തുന്ന മുന്നണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസ് സ്റ്റേഷനും ഇല്ലാത്തിടത്തോളം കാലം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആരോപണങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാപരമായ ഒരു നടപടി സ്വീകരിച്ചു. അതിനപ്പുറത്ത് പരാതിക്കാർ, ആരോപണം ഉന്നയിക്കുന്നവർ കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ നിയമ സംഹിതയുടെ മുമ്പിൽ വന്ന് നിയമമൂലമുള്ള പരാതികൾ രജിസ്റ്റർ ചെയ്യണം, അന്വേഷിക്കണം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അക്കാര്യത്തിൽ FIR ഇട്ട് കേസെടുത്ത് ബാക്കി നടപടികളുമായിട്ട് പോണ്ടേ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഇത്രയും ദിവസമായില്ലേ, എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ധൈര്യമില്ല? അപ്പോൾ ആരോപണങ്ങൾ മാത്രം പോരാ, ഇവിടെ ഞങ്ങൾ നടപടിയെടുത്തത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ഫേസ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയുടെ പേരിൽ വന്നിട്ടുള്ള ആരോപണം, ആ ആരോപണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതും ഞങ്ങൾക്ക് അംഗീകരിക്കാവുന്നതുമല്ല, ക്ഷമിക്കാവുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ സംഘടനാപരമായി നടപടിയിലേക്ക് പോയി. അതിനപ്പുറത്ത് പരാതിക്കാർ നിയമം മൂലം പരാതി കൊടുത്ത് അയാളെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിനപ്പുറത്ത് ഊഹാഭോഗങ്ങളുടെ പുറത്ത് അയാളെ നിയമസഭയിൽ കേട്ടില്ല, കേട്ടാതിരിക്കണം എന്നൊക്കെ വെല്ലുവിളിക്കുന്നവർ അവനവന്റെ പരിശുദ്ധി കൂടി ചിന്തിക്കേണ്ടതാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ CPM-ന്റെ പ്രതിനിധിയോ CPM-ഓ LDF-ഓ ആയിട്ടില്ല എന്നുകൂടി പറയുന്നു. ഒരുപാട് എണ്ണി പറയേണ്ടതുണ്ട്, ആദ്യഘട്ടത്തിൽ ഞാൻ അത് പറയുന്നില്ല. സന്തോഷമായല്ലോ.